ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കുന്നത് FM-ൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡെപ്റ്റാണ്, റിഡീം ചെയ്യാത്തത്. അതായത് കമ്പനീൻ്റെ ലൈഫ് ടൈമിൽ തിരിച്ചു കൊടുക്കാത്ത ക്യാപിറ്റൽ, അതാണ് ഇർറിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റിഡീമബിൾ ഡെപ്റ്റാണ്. റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്പെസിഫൈഡ് ടൈം കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യും, തിരിച്ച് റീപേയ്മെൻറ്റ് നടത്തും. അങ്ങനെയുള്ള സാധാരണഗതിയിൽ എല്ലാ ഡെപ്റ്റും എന്ത് ചെയ്യും, റിഡീം ചെയ്യും. ഇക്വിറ്റി ഷെയർ ഒഴിച്ചിട്ട് പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോണൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റിഡീം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് റിഡീമബിൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഒരു കമ്പനിയിലേക്ക് റേസ് ചെയ്യുന്ന റിഡീമബിൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത്. നോക്കാം. യൂഷ്വലി ദ ഡെപ്റ്റ് ഈസ് ഇഷ്യൂഡ് ടു ബി റിഡീംഡ്. റിഡീം മീൻസ് റീപേയ്മെൻ്റ് ആണ്. റിഡീംഡ് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ ഫേം. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സച്ച് ഡെപ്റ്റ്, ദ ടൈം പീരീഡ് ഓഫ് റിഡംഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ഡെപ്റ്റിനും ഓരോ ടൈം പീരീഡ് ഉണ്ടാവും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ഇക്വേഷൻസൊക്കെ കഴിഞ്ഞ ഇക്വേഷനിൽ നിന്ന് വ്യത്യാസമാണ്. കഴിഞ്ഞ ഇക്വേഷൻസ് എന്താ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെത് I ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ NB ഇൻറ്റു 100 ആയിരുന്നു അല്ലേ. ടാക്സ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ KD ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ NB ഇൻറ്റു 100 ആണ്. ഇവിടെ കുറച്ചും കൂടി എന്താണ്, റിഡീം ചെയ്യുന്നത് കൊണ്ട് കുറച്ചിൽ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ബിഫോർ ടാക്സ് ആണെങ്കിൽ ഇവിടെ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സ് അതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതും കൂടി നോക്കാം. ബിഫോർ ടാക്സിലുള്ള കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ആണോ നമുക്ക് കാണേണ്ടത്, അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സിലുള്ള റിഡീമബിൾ ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ആണോ കാണേണ്ടത് എന്നുള്ളത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. ഇവിടെ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. I+1/N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇപ്പോൾ എത്ര വർഷം കൊണ്ടാണ് റിഡീം ചെയ്യുന്നത്, 5 years ആണോ 10 years ആണോ ആ റിഡീം ചെയ്യുന്ന വർഷം. RV എന്ന് പറഞ്ഞാൽ റിഡീമബിൾ വാല്യൂ ഓഫ് ഡെപ്റ്റ്. എത്രയാണ് നമ്മൾ റിഡീം ചെയ്യുന്ന വാല്യൂ, അതാണ്. നമ്മളിപ്പോൾ ഒരു 100 രൂപേൻ്റെ ഡിബഞ്ചറാണ് എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തത്. കമ്പനി ഇഷ്യൂ ചെയ്ത് 100 രൂപേൻ്റെ ഡിബഞ്ചറാണ്. അത് അതിൻ്റെ സ്പേസ് വാല്യൂ എന്നായിരിക്കും. സ്പേസ് വാല്യൂ 100 ആണ്. ഈ 100 തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, തിരിച്ചു കൊടുക്കണമെന്നില്ല, ഡിസ്കൗണ്ടിൽ റിഡീം ചെയ്യാം. ഇപ്പം 95, അപ്പോൾ റിഡീമബിൾ വാല്യൂ എത്രയായിരിക്കും, 95 ആയിരിക്കും. ചിലപ്പോൾ 100 ആകുമ്പോൾ ചിലപ്പോൾ പ്രീമിയത്തിൽ എന്ത് ചെയ്യാം, റിഡീം ചെയ്യാം. ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് റിഡീം ചെയ്യാം. ഇപ്പോൾ 110, 110 റിഡീം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിഡീമബിൾ വാല്യൂ എത്രയായിരിക്കും, 110 ആയിരിക്കും. ദ എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ ആണ്. റീപേയ്മെൻറ്റ് നടത്തുന്നത് എത്ര രൂപയ്ക്ക്, അതാണ് റിഡീമബിൾ വാല്യൂ. NB എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡിബഞ്ചർ, എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതും ഇതേപോലെ ചിലപ്പം 100 രൂപയുടെ ഷെയർ 100 തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇഷ്യൂ ചെയ്യും, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യും, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യും. ഇത്രയാണ് കമ്പനിക്ക് കിട്ടുന്നത്. എന്തെങ്കിലും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും. അതാണ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡിബഞ്ചർ, NB. ഇക്വേഷൻ വളരെ സിമ്പിളാണ്, ഓർമ്മിച്ച് വെക്കണം. I+1/N ഇൻറ്റു RV - NB ഡിവൈഡഡ് ബൈ ½ ഇൻറ്റു RV + NB ഇൻറ്റു 100. ഇവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ടാക്സ് നോക്കുന്നില്ല. അതുകൊണ്ട് ഇക്വേഷൻസ് ഓർമ്മിച്ചേക്കുക. ഈ ഇക്വേഷൻ്റെ അകത്ത് ടാക്സ് ഇല്ല, ടാക്സ് പരിഗണിക്കാതെയുള്ള കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ആണത്. ഇനി ആഫ്റ്റർ ടാക്സിനെ കൂടി പരിഗണിച്ചിട്ടുള്ള കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ I ഇൻറ്റു 1 - T. ഇവിടെ എന്ത് വരും, 1 - T കൂടി അധികമായിട്ട് വരും. I ഇൻറ്റു 1 - T പ്ലസ് 1/N. N നമുക്കറിയാം നമ്പർ ഓഫ് ഇയേഴ്സ്. RV റിഡീമബിൾ വാല്യൂ ഓഫ് ഡെപ്റ്റ് മൈനസ് NB നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ ½ ഇൻറ്റു RV പ്ലസ് NB.
അപ്പോൾ അത് ഇക്വേഷൻസ് ഏകദേശം ഒരുപോലെയാണ്. ഇവിടെ എന്ത് കൂടിയിട്ട് ടാക്സും കൂടി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് 1 - t എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്ത് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം, ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളത് കൂടുതൽ മനസ്സിലാവും. ഇതാണ് പ്രോബ്ലം. ഇങ്ങനെയാണ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം. 5 years 100 debentures of firm can be sold for net price റിഡീം ചെയ്യുന്നത് 96.50 100 രൂപയാണ്. 100 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 96.50 നെറ്റ് പ്രൊസീഡ്സ് 96.50 100 രൂപയുടെ ഡിബഞ്ചറാണ്. ഫേസ് വാല്യൂ 100 ആണ്. ദ കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 14% ആണ്. ആൻഡ് ദ ഡിബഞ്ചർ വിൽ ബി റിഡീംഡ് 5% പ്രീമിയം ഓൺ മെച്യൂരിറ്റി. റിഡീം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞത് എന്താ 96.50 നെറ്റ് പ്രൊസീഡ്സ് ആണ്. പക്ഷേ ഇത് റിഡീം ചെയ്യുന്നത് റിഡീമബിൾ വാല്യൂ 5% പ്രീമിയത്തിലാണ് എന്ത് ചെയ്യുന്നത്. മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ 5 years കഴിഞ്ഞാൽ 5% പ്രീമിയത്തിലാണ് എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. ഇപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ 5% എന്ന് പറയുമ്പോൾ 5 rupees ഉണ്ടാവും. അപ്പോൾ പ്രീമിയം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ 105 കിട്ടും. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത് 96.50 96.50 റിഡീം ചെയ്യുന്നത് 105 രൂപയ്ക്കാണ്. ഒരു ഡിബഞ്ചറിൻ്റെ കേസാണ് പറയുന്നത്. ദ ടാക്സ് റേറ്റ് 40% ആണ്. കമ്പ്യൂട്ട് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ. ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് എന്തും കൂടി നമ്മൾ നോക്കുന്നുണ്ട്, ബിഫോർ ടാക്സും കൂടി നോക്കുന്നുണ്ട്. കമ്പ്യൂട്ട് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ മാത്രമേ ചോദിച്ചുള്ളൂ. അങ്ങനെ ചോദിച്ചാൽ ആഫ്റ്റർ ടാക്സ് മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി എടുത്തിട്ടുണ്ട്. നോക്കാം, ആ ക്വസ്റ്റിന് അത് ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻസ് I+1/n × RV - NB ½ × RV + NB. ഇക്വേഷൻ അത് കൊടുക്കാനേ ഉള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 40% ആണ്. അപ്പം 40% എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 0.14 ആണ്. സോറി, ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ആണ്. എത്രയാണ് 40% എന്ന് പറയുമ്പോൾ 100ൻ്റെ 40% 14 ആയിരിക്കും. 100ൻ്റെ 14% 14 ആയിരിക്കും. അപ്പോൾ 14 എടുക്കുക. പ്ലസ് N5 ആണ് ക്വസ്റ്റിൻ്റെ അത് തന്നിട്ടുണ്ട്. 1/5 × 105 105 റിഡീം ചെയ്യുന്നത്. ക്വസ്റ്റിൻ്റെ അത് തന്നതാണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് നെറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് 96.50 ഡിവൈഡഡ് ബൈ ½ × റിഡീമബിൾ വാല്യൂ 105 105 പ്ലസ് 96.50. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ബിഫോർ ടാക്സിൻ്റെ ഇത് കിട്ടും 15.58. ഇനി ആഫ്റ്റർ ടാക്സിൻ്റെതാകുമ്പോൾ I × 1 - t + 1/n RV - NB ഡിവൈഡ് ബൈ ½ × RV പ്ലസ് ഇവിടെ എന്തും കൂടി വരും 1 - t എന്ന് പറയുന്നത് ടാക്സ് ആണ്. നിങ്ങൾക്കറിയാം ടാക്സ് 40% ആണ്. അപ്പോൾ 0.0 എടുക്കും. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അറിയാം 14 ആണ് ഇൻട്രസ്റ്റ്. 14 രൂപയാണ്. 100 രൂപേൻ്റെ ഇൻട്രസ്റ്റ് ആണ് 14 × 1 - 0.4 പ്ലസ് 1/5 × RV 105 - NB 96.5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 10.025 കിട്ടും. ഇവിടെ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. രണ്ടാമത്തെ കേസിൽ ഇവിടെ എന്തില്ല, ടാക്സിൻ്റെ ബെനിഫിറ്റ് ഇല്ല. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്.